എല്ലാവർക്കും ഇരിക്കാം. ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന ഒരു വാക്യം നാം അന്ന് പാഠമായി വായിച്ച വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴും അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴും അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ആരാധനയിലൂടെ ദൈവസന്നിധിയിലായിരുന്നു തിരുമുഖം ദർശിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചുവല്ലോ. ഇന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീയമായ ഒരു ഉണർവിനും ആത്മീയ ജീവിതത്തിന് മുഖാന്തരമായി തീരുവാൻ അവിടുന്ന് സഹായിക്കും. വചനം അവിടുത്തെ വക സംസാരിക്കുന്ന അടിയനും കേൾവിക്കാരായിരിക്കുന്ന ജനവും അവിടുത്തെ വക ദൈവമേ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ നിറച്ച് നല്ല ചിന്തകളാൽ ഞങ്ങളെ പരിപോഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രകൃതി നമുക്ക് അനുകൂലമല്ല എങ്കിലും സർവശക്തനായ ദൈവത്തെ ആരാധിക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ കടന്നു വന്ന ദൈവജനത്തെ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിച്ച് ആരാധനയുടെ സന്തോഷവും ആത്മീയ ഉണർവിന്റെ അനുഭവങ്ങളും ദൈവം നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ലോക ജീവിതയാത്രയിൽ ദൈവസന്നിധിയിൽ അല്പം ഒന്നിരിക്കുവാൻ, ദൈവ വചനം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും, ദൈവത്തിന് മഹത്വം കരയറ്റുവാനും, ദൈവത്തെ ആരാധിക്കുവാനും നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ വിലയേറിയതായി നാം കാണുന്നുവെങ്കിൽ തീർച്ചയായും ദൈവം നമ്മെയും വിലയേറിയ അനുഭവങ്ങളിലേക്ക് വഴി നടത്തി ഈ ലോക ജീവിതയാത്രയിൽ ആത്മീയ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വീകരിക്കാനായിട്ട് സഹായിക്കും. ഇന്നത്തെ ചിന്തയായി എടുത്തിരിക്കുന്ന വിഷയം ആത്മാവിലുള്ള ജീവിതം എന്നുള്ളതാണ്. ആത്മാവിലുള്ള ജീവിതം. നമ്മിൽ പലരും ചിലപ്പോഴൊക്കെ അവരവരുടെ ജീവിതത്തെ കുറിച്ച്, ജീവിതത്തിന്റെ വിലയെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. എങ്ങനെ നന്നായി ജീവിക്കണമെന്ന് ചിന്തിച്ച് നല്ല ജീവിതത്തിനായി ചില ഒരുക്കങ്ങൾ നിർവഹിക്കുന്നവരുമുണ്ട്. ചുരുക്കം ചിലരൊക്കെ ഇതിൽ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കൂടുതൽ പേര് പിൻവാങ്ങി പഴയ ജീവിത അവസ്ഥയിലേക്ക് അധപ്പതിക്കുന്നതിൽ നാം കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഇവിടെ രണ്ട് തരത്തിലുള്ള മനുഷ്യരെയാണ് സത്യ വേദപുസ്തകം വിഭാവനം ചെയ്യുന്നത്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ 5-ാം വാക്യം വായിക്കുമ്പോൾ ജഡ സ്വഭാവമുള്ള ജഡിക മനുഷ്യൻ, ആത്മസ്വഭാവമുള്ള ആത്മീയ മനുഷ്യൻ, ഇങ്ങനെ രണ്ട് വിധത്തിലുള്ള മനുഷ്യരെയാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ജഡ സ്വഭാവമുള്ളവർ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു. ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത എന്ന് പറയുന്നത് പാപത്തിന്റെ പ്രലോഭനങ്ങളും അനന്തരഫലമായ മരണവുമാണ്. എന്നാൽ ആത്മാവിന്റെ ചിന്ത എന്ന് പറയുന്നത് സമാധാനവും ജീവൻ നൽകുന്ന അനുഭവങ്ങളുമാണ്. ജഡത്തിന്റെ ചിന്ത ദൈവത്തോടുള്ള ശത്രുത്വവും പ്രലോഭനങ്ങളിൽ വഴിപ്പെടുന്നതായ അനുഭവങ്ങളുമാണ്. എന്നാൽ ആത്മാവിന്റെ ചിന്ത എന്ന് പറയുന്നതോ ദൈവത്തോട് താതാത്മ്യപ്പെട്ട് ജീവിക്കുന്ന അനുഭവമാണ്. അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ ഒരു ചോദ്യം നിലനിൽക്കുകയാണ്. നാം ജഡികരാണോ ആത്മീയരാണോ? നമ്മുടെ ജീവിതം കൊണ്ട് നാം അർത്ഥമാക്കുന്നത് ആത്മീയ ജീവിതത്തിലൂടെ ഒരു വളർച്ചയിൽ അതിലൂടെ
ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനമാണോ നാം ആഗ്രഹിക്കുന്നത്? ജഡത്തിന്റെ പ്രലോഭനങ്ങളെ തൃപ്തിപ്പെടുത്തി ഈ ലോക ഇമ്പങ്ങളിൽ മാത്രം മുഴുകി മരണത്തിലൂടെ ജീവിതം കൈവിട്ടു പോകുന്ന അനുഭവങ്ങളാണ്. ദൈവത്തിന്റെ ആത്മാവിന് വിധേയപ്പെട്ടുള്ള ഒരു ജീവിതമാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. ദൈവം നമ്മുടെ ജീവിതങ്ങളെ ശോധന ചെയ്യുകയാണ്. നമ്മുടെ ജീവിതങ്ങളിലൂടെ ദൈവം നമ്മെ കണ്ട് മനസ്സിലാക്കുന്നത് നാം ജഡീക സ്വഭാവത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്നുവോ, ആത്മീയ ജീവിതത്തിന്റെ യാത്രയിൽ ആയിരിക്കുന്നുവോ എന്നുള്ളതാണ്. ഇവിടെ എന്താണ് ആത്മീയത എന്ന ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഇവിടെ ഞാൻ വയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആത്മീയത എന്നത് വിശുദ്ധ ജീവിതത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ഇന്ന് ആത്മീയതയുടെ നിർവചനങ്ങൾ പല തരങ്ങളിൽ പല രീതികളിൽ വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മീയത എന്ന് പറയുന്നത് വിശുദ്ധ ജീവിതത്തിലേക്കുള്ള ഒരു യാത്രയാണ്. നമ്മുടെ ജീവിതം ഒരു യാത്രയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാറുണ്ട്. അപ്പോൾ ഒരു ചിന്തകൻ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: ആത്മീയ ജീവിതം എന്ന് പറയുന്നത് വിശുദ്ധ ജീവിതത്തിലേക്കുള്ള ഒരു യാത്ര എന്ന് പറയുമ്പോൾ വിശുദ്ധി എന്നത് ഒരാൾ എത്തിച്ചേർന്ന സ്ഥലമല്ല, എത്തുവാൻ കൊതിക്കുന്ന സ്ഥലമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു വിശുദ്ധ ജീവിതം നയിക്കുക എന്നുള്ളതാണ് ആത്മീയ യാത്രയുടെ ലക്ഷ്യം. ഈ ആത്മീയ യാത്ര എന്ന് പറയുന്നത് വിശുദ്ധി എന്ന് നാം അവകാശപ്പെടുന്ന, നാം എത്തി നിൽക്കുന്ന ഒരു സ്ഥലമല്ല, പിന്നെയോ നാം എത്തുവാൻ കൊതിക്കുന്ന സ്ഥലമാണ് അല്ലെ വിശുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ആത്മീയതയിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇന്ന് പലപ്പോഴും ആത്മീയത എന്ന് പറയുന്ന ആത്മാവിനെ അനുസരിച്ചുള്ള ജീവിതം പലരും വ്യാഖ്യാനിക്കുന്നത് പല വിധത്തിലാണ്. എന്നാൽ ഇപ്രകാരമുള്ള വ്യാഖ്യാനങ്ങൾ അല്ല ദൈവവചനത്തിൽ അടിസ്ഥാനമുള്ള ആത്മാവിലുള്ള ജീവിതം എപ്രകാരം നമുക്ക് നയിക്കുവാനായിട്ട് കഴിയും എന്നതിനെ കുറിച്ചാണ് നാം ഇവിടെ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഇവിടെ എപ്പോഴും നമ്മെ നയിക്കുന്ന ആത്മാവിന് അനുസരിച്ച് നാം ഒരു ജീവിതം ക്രമപ്പെടുത്തുമ്പോഴാണ് ആത്മാവിലുള്ള ജീവിതത്തിലേക്ക് നാം യാത്ര ചെയ്യുന്നത് എന്നുള്ളത്. ഇവിടെ ആത്മാവിലുള്ള ജീവിതത്തിന്റെ നിയന്ത്രണം കർത്താവിനാണ് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം ക്രമീകരിച്ച് അത് ആത്മാവിലുള്ള ജീവിതം എന്ന് അവകാശപ്പെടുന്ന അനേകരെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. എന്നാൽ ആത്മാവിലുള്ള ജീവിതം എന്ന് പറയുന്നത് ദൈവത്താൽ നിയന്ത്രിതമായ ഒരു ജീവിതക്രമമാണ്. നാം ഒരു പാഠമായി വായിച്ച പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 17 മുതൽ 22 വരെയുള്ള ഭാഗം അത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ വലിയ ഒരു ജനതയുടെ നിയന്ത്രണം യഹോവയാകുന്ന ദൈവം ഏറ്റെടുക്കുന്നതായിട്ട് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യഹോവയായ ദൈവം അവർക്ക് മുൻപായി നടക്കുന്ന അനുഭവം. ആ വേദഭാഗം 21-22 വാക്യങ്ങൾ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി ദൈവം അവരുടെ മുന്നിൽ നിന്ന് അവരെ നയിക്കുന്ന, അവരെ വഴി കാണിക്കുന്ന ഒരു അനുഭവമായിട്ടാണ് നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇസ്രായേൽ ജനം അടിമ വീടായിരിക്കുന്ന ഇസ്രായേലിൽ നിന്ന് യഹോവയാകുന്ന ദൈവം അവരെ വിടുവിച്ച് പാല് തേടുന്ന കാനാൻ ദേശത്തിലേക്ക് കൊണ്ടുവരികയാണ്. ആ ദൈവജനത്തിന്റെ യാത്ര ദൈവാത്മാവിനാൽ നിയന്ത്രിതവും ദൈവം മുന്നിൽ നിന്ന് നയിക്കുന്നതായ ഒരു അനുഭവവുമായിരുന്നു. എന്നാൽ ഈ യാത്രയിൽ വളരെ എളുപ്പത്തിൽ അവർക്ക് കനാൻ ദേശത്തിൽ പ്രവേശിക്കുവാൻ കഴിയുമായിരുന്നുവെങ്കിലും യഹോവയാകുന്ന ദൈവം ചെങ്കടൽ തീരത്തിലൂടെ മരുഭൂമിയിലൂടെയാണ് അവരെ നയിക്കപ്പെടുന്നത്. അതിന് ചില കാരണങ്ങളുണ്ട്. ഇസ്രായേൽ ജനം കനാൻ ദേശത്ത്
ദേശത്തേക്കുള്ള യാത്രാമധ്യേ ഫെലിസ്ത്യരുടെ കയ്യിൽ അകപ്പെട്ട് നശിച്ചു പോകാതിരിക്കുവാൻ യഹോവയാകുന്ന ദൈവം അവരെ ചെങ്കടൽ തീരത്തിലൂടെ മരുഭൂമിയിലൂടെ അവരെ നയിക്കുന്നു എന്ന് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. മരുഭൂമി എന്ന് പറയുന്നത് കഷ്ടതയുടെയും പ്രതികൂല സാഹചര്യങ്ങളുടെയും അനുഭവങ്ങളാണ്. ദൈവം നയിക്കുന്ന ദൈവജനത്തിന്റെ ജീവിതത്തിൽ കഷ്ടതകളും മരുഭൂമിയാകുന്ന കഠിന ശോധനകളും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. എന്നാൽ അവരുടെ ജീവിതത്തിന്റെ ആത്യന്തികമായി ദൈവാത്മാവിനാൽ നിയന്ത്രിതമായ ഒരു ജീവിതം അവർ നയിക്കുന്നുവെങ്കിൽ ആത്യന്തികമായി ദൈവത്തിന്റെ വാഗ്ദത്തം പാലും തേനും ഒഴുകുന്ന കനാൻദേശം അവർക്ക് അവകാശമായി ലഭിക്കുമെന്നുള്ളതാണ്. ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നടത്തിയത് അവർ ഫെലിസ്ത്യരുടെ കയ്യിൽ അകപ്പെട്ട് നശിക്കാതിരിക്കുവാനാണ്. ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമിയിലെ കഷ്ടത എന്ന് പറയുന്നത് അവർക്ക് ആത്യന്തികമായ രക്ഷയ്ക്ക് കാരണമായി തീർന്നു എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഇവിടെ ദൈവജനത്തിന്റെ കഷ്ടത, അത് ആ കഷ്ടതകൾ അനുഭവിക്കുമ്പോൾ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് നാം വിശ്വസിക്കുകയും ഇസ്രായേൽ ജനത്തിന് പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും ഇസ്രായേൽ ജനത്തിന്റെ മുന്നിൽ നിന്ന് നയിച്ച ഒരു ദൈവം നമ്മുടെ ജീവിതയാത്രയുടെ മുന്നിലുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നയിക്കുന്നുവെങ്കിൽ തീർച്ചയായും അതിനെ ആത്മാവിലുള്ള ജീവിതം എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. ഇങ്ങനെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതത്തിൽ കഷ്ടത ഇല്ല എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. ആ കഷ്ടതയുടെ മധ്യത്തിലും നമ്മെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യം നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ വഴികൾ എളുപ്പ വഴികൾ തിരഞ്ഞെടുക്കുക എന്നുള്ള ഒരു ചിന്തയാണ്. എന്നാൽ ഈ എളുപ്പ വഴികൾ നമുക്ക് ആദ്യം വളരെ എളുപ്പവും സൗകര്യപ്രദമെന്ന് ചിന്തിച്ചാലും അപകടങ്ങൾ നിറഞ്ഞതും നാശത്തിലേക്ക് നമ്മെ നയിക്കുന്നതായ വഴികളുമായിരിക്കും. എന്നാൽ ദൈവം നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന വഴികളിലൂടെ നാം യാത്ര ചെയ്യുന്നുവെങ്കിൽ മുന്നിൽ മരുഭൂമിയോ കഷ്ടതകളോ ഉണ്ടെങ്കിലും ആ കഷ്ടതകളെ അതിജീവിക്കുവാൻ നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു ദൈവം ഇസ്രായേൽ ജനത്തെ മുന്നിൽ നിന്ന് നയിച്ചതുപോലെ നമ്മുടെ ജീവിതയാത്രയിലും നമ്മെ മുന്നിൽ നിന്ന് നയിച്ച് അതേ രക്ഷാകരമായ അനുഭവങ്ങളിലൂടെ ഏറ്റവും സന്തോഷകരമായ ജീവിത അനുഭവങ്ങളിലേക്ക് നമ്മെ വഴി നടത്തുന്നതായ ആ ഒരു ആത്മീയ അനുഭവമാണ് ആത്മാവിലുള്ള ജീവിതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ നമ്മുടെ വഴികൾ എന്ന് പറയുന്നത് ഇന്ന് ജനീകമായ വഴികളെ നാം തൃപ്തിപ്പെടുത്തുവാനാണോ ദൈവത്തെ ആരാധിക്കുന്നത്? ആത്മീയമായ വഴികളിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ദൈവത്തിന്റെ പിന്നാലെ നമ്മുടെ ജീവിതം നയിക്കുവാനാണ് നാം ആഗ്രഹിക്കുന്നത്. അതെ, ആത്മീയ വഴി എന്ന് പറയുന്നത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വിശുദ്ധിയിലേക്കുള്ള പ്രയാണം എന്നുള്ള കാര്യം പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കഷ്ടതകൾ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അവകാശപ്പെട്ടിരിക്കെ ആ കഷ്ടതകളുടെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് നാം വിശ്വസിക്കുകയും ആ ദൈവം നയിക്കുന്ന വഴികളിലൂടെ നാം ജീവിതയാത്ര നയിക്കുന്നുവെങ്കിൽ നമ്മുടെ ജഡസ്വഭാവങ്ങൾക്ക് വിധേയപ്പെട്ട ജീവിതമല്ല, ആത്മാവിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ആത്മീയ ജീവിതത്തിലൂടെ നമ്മുടെ ജീവിതങ്ങൾ മുമ്പോട്ട് നയിക്കുമ്പോൾ ആത്മാവിനെ വിധേയപ്പെട്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. രണ്ടാമതായിട്ട്, ആത്മാവിനുള്ള ജീവിതം ഫലം ഉളവാക്കുന്ന അനുഭവമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തീയ ജീവിതം ഫലദായകമായ ജീവിതമാണ്. ഫലമില്ലാത്ത ജീവിതം നിഷ്ഫല അനുഭവങ്ങളിലൂടെയാണ് ഇന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതം, ആത്മാവിലുള്ള ജീവിതം, ഇത് ഫലദായകമായ ഒരു ജീവിത അനുഭവത്തെ കുറിക്കുന്നു. ആത്മാവിന്റെ ജീവിതാനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമത് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ശിക്ഷാവിധിയിൽ നിന്നുമുള്ള പൂർണ്ണമായ ഒരു വിടുതലിനെ
ലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പോൾ ആത്മാവിനെ വിധേയപ്പെട്ട് ജീവിക്കുന്നവർ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന അനുഭവം, ആ യേശു ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതിന് കാരണം പാപത്തിന്റെ ശമ്പളമായിരിക്കുന്ന മരണം കാൽവരി ക്രൂശിൽ യേശു നമുക്ക് വേണ്ടി അനുഭവിക്കുകയും യേശു നമ്മുടെ ജീവന് മാർവിലയായി നൽകുകയും നമുക്ക് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ യേശു ക്രിസ്തു എന്നത് ഇവിടെ യേശു ക്രിസ്തുവിൽ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല എന്നുള്ളതാണ് ചിന്ത. യേശു ക്രിസ്തുവിൽ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുക, ക്രിസ്തുവിനെ അനുഗമിക്കുക, ക്രിസ്തുവിനെ രക്ഷിതാവായി അംഗീകരിക്കുക എന്നുള്ള അർത്ഥങ്ങളൊക്കെ ഉണ്ട്. അതിനെ പൗലോസ് പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ആ പുതിയ സൃഷ്ടി എന്ന് പറയുന്നത് തന്നെയാണ് ആത്മാവിലുള്ള ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ജഡീക മനുഷ്യരായിരിക്കുന്ന ജ്ഞാനങ്ങളും ജഡ സ്വഭാവങ്ങളിൽ നിന്നും ക്രിസ്തുവിൽ പുതു സൃഷ്ടിയായി രൂപാന്തരപ്പെട്ട് ആത്മസ്വഭാവമുള്ളവരായി മാറ്റപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ആത്മസ്വഭാവമാണ് ആത്മാവിലുള്ള ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്ന ആത്മീയ അനുഭവം. രണ്ടാമത്തെ ആത്മാവിലുള്ള ജീവിതത്തെ കുറിച്ച് ഇവിടെ പറയുന്നത്, നാം ജഡ ജീവിതത്തിൽ ആയിരുന്ന ആ സാഹചര്യത്തിൽ ജഡത്തിന്റെ പാപത്തിന്റെയും മരണത്തിന്റെയും അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഭരിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ജഡീക സ്വഭാവത്തിൽ നിന്നും ക്രിസ്തുവിൽ നാം രൂപാന്തരപ്പെടുമ്പോൾ അതേ ആത്മാവിന്റെ ജീവിത അനുഭവങ്ങളിലേക്ക്, ജീവനും സമാധാനവുമുള്ളതായ ആ സന്തോഷകരമായ അനുഭവത്തിലേക്ക് നാം പ്രയാണം ചെയ്യുന്നു. അതാകുന്നു ആത്മീയ ജീവിതം അഥവാ ആത്മാവിലുള്ള ജീവിതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ 5-ാം വാക്യം പറയുന്നു, ജഡസ്വഭാവമുള്ളവർ ജഡത്തിലുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിലുള്ളതും ചിന്തിക്കുന്നു. ജഡസ്വഭാവമുള്ളവർ ജഡത്തിലുള്ളത് ചിന്തിക്കുന്നു, ആത്മസ്വഭാവമുള്ളവർ ആത്മാവിലുള്ളത് ചിന്തിക്കുന്നു. ജഡത്തിലുള്ളത് പാപവും പാപത്തിന്റെ ശമ്പളമായ മരണവുമാണ്. ആത്മാവിനുള്ളത് ജീവനും സമാധാനവുമാണ്. അപ്പോൾ ആത്മാവിനുള്ള ജീവിതം ഫലം കായ്ക്കുന്ന, ആത്മീയ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്ന, ആത്മാവിനെ വിധേയപ്പെട്ടുകൊണ്ടുള്ള ക്രിസ്തുവിൽ പുതു സൃഷ്ടിയായി മാറ്റപ്പെടുന്ന അനുഭവം. മൂന്നാമതായിട്ട് ആത്മാവിലുള്ള ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത് പൂർണ്ണത എന്ന ഒരു അനുഭവമല്ല, മറിച്ച് അത് വിശുദ്ധിയിലേക്കുള്ള ഒരു യാത്രയാണ് എന്നുള്ളതാണ്. ഇന്ന് പലപ്പോഴും ആത്മീയ ജീവിതം കൊണ്ട് പലരും അർത്ഥമാക്കുന്നത് ഞാൻ പൂർണ്ണതയിൽ എത്തിച്ചേർന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ആത്മീയ ജീവിതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നാം പൂർണ്ണതയിൽ എത്തി എന്നുള്ളതല്ല, അത് വിശുദ്ധിയിലേക്കുള്ള ഒരു യാത്രയാണ് എന്നുള്ളതാണ്. യോഹന്നാൻ 16-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം സത്യത്തിന്റെ ആത്മാവിനെ കുറിച്ചാണ് അവിടെ യേശു പറയുന്നത്. ഇവിടെ കർത്താവായ യേശു ആഗ്രഹിക്കുന്നത് ദൈവത്തെ കുറിച്ചുള്ള ഒരു സത്യം നാം മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇവിടെ ദൈവത്തെ കുറിച്ചുള്ള നമ്മുടെ പരിജ്ഞാനം പൂർണ്ണമാണ് എന്ന് നമുക്ക് അവകാശപ്പെടുവാനായിട്ട് കഴിയുമോ? ദൈവം അപ്രമേയനാണ്, അതുല്യനായ വ്യക്തിത്വമാണ്. ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഭാഗമായിരിക്കുന്ന മനുഷ്യൻ ദൈവത്തെ കുറിച്ചുള്ള ഈ മനുഷ്യന്റെ അറിവ് പൂർണ്ണമെന്ന് നമുക്ക് എങ്ങനെ അവകാശപ്പെടുവാനായിട്ട് കഴിയും? അപ്പോൾ ദൈവത്തെ കുറിച്ചുള്ള
അറിവിന്റെ അഥവാ പരിജ്ഞാനത്തിന്റെ പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ് ആത്മീയമായ യാത്ര അഥവാ ആത്മാവിലുള്ള ജീവിതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവത്തെ കുറിച്ച് പൂർണ്ണമായ ഒരു പരിജ്ഞാനത്തിൽ ഒരു ദൈവ പൈതൽ എത്തിച്ചേർന്നു എന്ന് അവകാശപ്പെടുവാനായിട്ട് കഴിയുകയില്ല. ആ പരിപൂർണതയിലേക്കുള്ള യാത്രയാണ് ആത്മാവിലുള്ള ജീവിതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ വിശ്വാസ ജീവിതത്തിന്റെ പൂർണ്ണതയല്ല, പിന്നെയോ വിശ്വാസ ജീവിതത്തെ പൂർണ്ണതയിലേക്ക് നയിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ദൈവ വിശ്വാസിയുടെ യാത്രയാണ് ആത്മാവിലുള്ള ജീവിതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിനെ പൗലോസ് പറയുന്നത് പ്രകാരമാണ്: ഒന്ന് ഞാൻ ചെയ്യുന്നു, പിന്നിലുള്ളതിനെ മറന്നു, മുന്നിലുള്ളത് ഞാനും കൊണ്ട് ക്രിസ്തുവിന്റെ പരമപടിയുടെ നാട്ടിലേക്ക് ഓടുന്നു. എത്തിച്ചേർന്നു എന്ന് പൗലോസ് പോലും അവകാശപ്പെടുന്നില്ല. ഈ ഒരു യാത്രയിൽ മരുഭൂമിയാകുന്ന കഷ്ടതകൾ നാം അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. ഈ കഷ്ടതകൾ കണ്ട് ഭയക്കുന്നവന് ഒരു ആത്മീയ ജീവിതം സാധ്യമല്ല. ഈ കഷ്ടതകളുടെ മുമ്പിൽ നിന്ന് നയിക്കുന്ന കർത്താവായ യേശുവിനെ ദർശിക്കുവാനും ആ യേശുവിന്റെ പിന്നാലെ അനുഗമിക്കുന്നവനുമാണ് ആത്മീയ ജീവിതം നയിക്കുന്നവൻ എന്ന് നാം ഇവിടെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആത്മാവിലുള്ള ജീവിതം എന്നത് പൂർണ്ണതയെ കുറിക്കുന്ന ഒന്നല്ല, പിന്നെയോ പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ വിശുദ്ധിയിലേക്കുള്ള ഒരു യാത്രയാണ് ആത്മാവിലുള്ള ജീവിതം. വിശുദ്ധി എന്നത് ഒരാൾ എത്തിച്ചേർന്ന സ്ഥലമല്ല, പിന്നെയോ എത്താൻ കൊതിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ വിശുദ്ധിയിൽ വളരുവാൻ, ആത്മാവിൽ ജീവിക്കുവാൻ ദൈവിക പ്രമാണങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ വചനമനുസരിച്ച് ജഡസ്വഭാവങ്ങളെ ഉപേക്ഷിച്ച് ആത്മസ്വഭാവങ്ങളെ പരിപോഷിപ്പിച്ച് ഒരു ആത്മീയ ജീവിതയാത്രയിലൂടെ വിശുദ്ധിയിലേക്ക് പ്രയാണം ചെയ്യുവാനാണ് ദൈവം നമുക്ക് നല്ല ആലോചനകൾ നൽകുന്നത്. രണ്ട് വാക്യങ്ങളിലൂടെ പറഞ്ഞ് ഇന്നത്തെ ചിന്തയ്ക്ക് വിരാമം കുറിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത് ഗലാത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം: ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. ഗലാത്യർ 6:25: ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുന്നു. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ. ആമേൻ.